കൊറമ്പി കൊറമ്പി, ഇച്ചിരി പൊടി തരുമോ? അതിനെന്താ സായിവേ, അതൊന്ന് ചോദിക്കാനുണ്ടോ? കുറമ്പിയമ്മ ഡെബി തുറന്ന് സായിവിന്റെ ഉള്ളം കൈയിൽ പൊടി കുടഞ്ഞിട്ടു. പൊടിയുടെ ലഹരിയിൽ സായിവിന്റെ കണ്ണുകൾ അടഞ്ഞു. വായനയുടെ ലഹരിയിൽ നമ്മുടെ കണ്ണുകളും അറിയാതെ അടഞ്ഞു പോവും. അപ്പോൾ കോലായിലെ ബെഞ്ചൊന്നനങ്ങി. ചവിട്ടുകല്ലുകളിൽ പതിയുന്ന ബൂട്ട്സിന്റെ ശബ്ദം. കുതിരയുടെ കഴുത്തിലെ മണി കിലുങ്ങി. ചക്രങ്ങൾ കിറുങ്ങി. അകന്നകന്നു പോകുന്ന കുളമ്പടിയൊച്ച. കുറുമ്പിയമ്മ ഏങ്ങലടിച്ചു കരഞ്ഞു. ഒപ്പം നമ്മളും. പിന്നെ മെല്ലെ മെല്ലെ ദാസനും മിസ്സിയും ചെക്കുമൂപ്പനും കുഞ്ഞാണനും കുഞ്ചക്കനും ചന്ദ്രികയും താമറൈറ്ററും എല്ലാം നമ്മുടെ മനസ്സിൽ കുടിയേറിപ്പാർക്കാൻ തുടങ്ങും. അങ്ങനെ നമ്മുടെ മനസ്സിനെ അനുഭൂതിയുടെ വികാര വിക്ഷോഭങ്ങളുടെ വ്യത്യസ്ത തലങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകും. അതാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന നോവലിന്റെ മാസ്മരികത. അവസാനം തന്റെ പൊടിഡപ്പി മുറുകെ പിടിച്ചിരുന്ന കുറുമ്പിയമ്മയുടെ കൈകൾ അയഞ്ഞു. ആനക്കൊമ്പിൽ തീർത്ത എണ്ണമറ്റ ഐതിഹ്യങ്ങളുടെയും ഇതിഹാസങ്ങളുടെയും ചെപ്പുകൂടമായ ഡപ്പി താഴെ വീണുടഞ്ഞു. ക്ലാവ് പിടിച്ച കുറമ്പിയമ്മയുടെ കണ്ണുകൾ സാവധാനം അടഞ്ഞു. അപ്പോൾ രണ്ടു തുള്ളി കണ്ണുനീർ അവിടെ തിരിഞ്ഞു വന്നു. ഒപ്പം നമ്മുടെ കണ്ണുകളും അറിയാതെ ഈറനണിയും. പക്ഷേ അപ്പോഴും വെള്ളിയാങ്കല്ലിൽ തുമ്പികൾ പാറി നടക്കുന്നുണ്ടായിരുന്നു. കാരണം ജനിക്കുന്നതിന് മുമ്പ് നമ്മുടെ ആത്മാക്കൾ തുമ്പികളായി പാറിക്കളിച്ചിരുന്ന സ്ഥലമാണ് ഈ വെള്ളിയാങ്കല്ല്. ദാസനെ പോലെ നമുക്കും ജീവിതത്തിന്റെ ഭാരമില്ലാതെ വിശ്രമിക്കാൻ പറ്റിയ സ്ഥലം. ഇങ്ങനെ വെള്ളിയാങ്കലിലെ തുമ്പികളിൽ ഒന്ന് തീർച്ചയായിട്ടും ദാസന്റെയും മറ്റൊന്ന് കുറുമ്പിയമ്മയുടേതും ആകാം. നാളെ എന്റെ ആത്മാവും അങ്ങനെ വെള്ളിയാങ്കല്ലിൽ ഒരു തുമ്പിയായി പാറിക്കളിക്കട്ടെ എന്ന് ആഗ്രഹിച്ചു പോവുകയാണ്. കാരണം അത്രമേൽ ഇഷ്ടപ്പെട്ടു പോയി ലെസ്ലി സായിവിനെയും കുറമ്പിയമ്മയെയും ദാസനെയും പിന്നെ വെള്ളിയാങ്കല്ലിനെയും.